നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോഴത്തെ അവസ്ഥയിലെ സൂര്യ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനാര് ശ്രമിച്ചാലും എനിക്ക് തടയേണ്ടി വരും. തടയേ? നിന്നോട് സൂര്യൻ കൊണ്ട് പുറത്തു പോവാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ? നിനക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? കുഴപ്പമില്ല, മനസ്സിന് ഉല്ലാസം വേണമെന്നല്ലേ ഉള്ളൂ. അതിന് വേറെന്തെങ്കിലും വഴി നോക്കാം. പൊള്ളുന്ന മനസ്സോടെ അവനത് പറഞ്ഞത്. തളർന്നു പോയതിലല്ല മോളെ, അവഗണിക്കപ്പെടുമ്പോഴാ അവനൊന്നും അല്ലാതായി പോയത്. പാവം എന്റെ മോൻ. എവിടെയായിരുന്നു? ഞാനിവിടെ എവിടെയൊക്കെ നോക്കിന്നറിയോ? സത്യം? അത് അത്ഭുതമാണല്ലോ താൻ എന്നെ തിരക്കി നടന്നു പറയുന്നത്. എടോ, ഇവിടെ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവിടെ വരെ നടന്നതാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാത്തുനിന്നപ്പോ എനിക്കത് തോന്നി. ഇഷ്ടമാണെന്ന് പറയാനല്ലേ? എത്ര കാലമായിട്ട് ഞാൻ ഇത് കേൾക്കാൻ കൊതിക്കാണെന്നറിയോ? പറയൂ, പെട്ടെന്ന് പറയും. അതൊന്നും അല്ല, വേറൊരു കാര്യ. നമുക്കിടയിൽ വേറെന്ത് കാര്യം? വേണ്ട, ഞാൻ പറയുന്നില്ല. അവിടെ നിൽക്കേ. എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അങ്ങ് പിണങ്ങിക്കോളൂ. ഇനി പറ, എന്താ കാര്യം? മോള് പറ, ചേട്ടൻ കേക്കട്ടെ. അയ്യേ, പറയടോ. നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്റെ അമ്മോ, എന്താ ഇത്? ആകാശം ഇടിഞ്ഞ് താഴെ വിടാൻ പോകുന്നോ? നമുക്ക് ഒന്നിച്ച് പുറത്തു പോയാലോന്നോ? ഇനിയിപ്പോ എന്താ നോക്കാനുള്ളത്? ഒരു കാര്യം ചെയ്യ്, 2-3 ദിവസത്തേക്കുള്ള സാധനങ്ങൾ കൂടി എടുത്തോ. നമുക്കേ എവിടെയെങ്കിലും വിട്ടുപോകുന്നേ. ഇനി കുറെ കാലത്തേക്ക് തിരിച്ചു വരണ്ട. ഭ്രാന്തുണ്ടോ? നമ്മൾ രണ്ടുപേരോടി കറങ്ങാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഏട്ടനെയും കൊണ്ടൊന്ന് പുറത്തു പോണം. ഏട്ടനെ കൊണ്ടോ? അതെ, കുറച്ചുമുമ്പ് വൈദ്യര് വന്നിരുന്നു. ചികിത്സയൊക്കെ ഫലിക്കുന്നുണ്ട്. പക്ഷേ ഏട്ടനെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോണം, ഏട്ടന്റെ മനസ്സ് സന്തോഷിപ്പിച്ച് നിർത്തണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ ഒന്ന് പോവാന്ന് വെച്ചത്. പിന്നെ പോവാൻ റെഡിയായതാ. പക്ഷെ ഏട്ടത്തി എന്തോ ഒഴിവ് പറഞ്ഞു. ഏട്ടനത് നല്ല വിഷമായി. നമുക്ക് കൊണ്ടുപോയാലോ? ഏട്ടനെ പുറത്തു കൊണ്ടുവന്ന നല്ല കാര്യമല്ലേ, പ്രത്യേകിച്ചും താൻ കൂടെ ഉണ്ടാവുമ്പോ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ? പ്രിയങ്ക കൂട്ടാൻ പാടില്ല. അതെന്താ? ഇവിടെ നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പുറത്തു പോകുന്നേ. അവിടെ വന്ന് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുകയും ആ യാത്രയുടെ ഉദ്ദേശം തന്നെ ഇല്ലാതാക്കുന്ന ഒരാള് എന്തിനാ കൂടെ വരുന്നേ? നമ്മൾ മാത്രം മതി. പിന്നെ നമ്മുടെ ഏട്ടനും. എന്നാ ഞാൻ ഏട്ടനോട് റെഡിയാവാൻ പറയട്ടെ? പറഞ്ഞോ. അല്ല, എവിടെയാ പോണ്ടേ? നമുക്ക് ബീച്ചിൽ പോവാം. ഏട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാന്ന് അമ്മ പറഞ്ഞു. ബീച്ചിൽ പോവാം. അവിടെ ചെന്നിട്ട് എനിക്കും ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. മര്യാദക്ക് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണെങ്കിലേ ഞാൻ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഏട്ടത്തെ കൂട്ടുവിടും. അയ്യോ വേണ്ട, ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. കുഴപ്പമുണ്ടാക്കില്ല. ഓക്കെ ഓക്കെ. കൽപ്പനയുടെ പെരുമാറ്റം വിചിത്രമാണ്. ചില സമയത്ത് അവളുടെ രീതികൾ കണ്ടാല് സൂര്യയുടെ അസുഖം മാറാൻ അവള് മുന്നിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. ചിലപ്പോ ആണെങ്കിൽ തിരിച്ചു. അവൾക്കെല്ലാം ഒരു കാട്ടിക്കൂട്ടില്ല അമ്മേ. മാത്രമല്ല, സൂര്യയുടെ കാര്യത്തില് നമ്മളെല്ലാം പ്രതീക്ഷയോടെ നിൽക്കുന്നെങ്കിലും
അവൾക്കത്ര പ്രതീക്ഷയൊന്നുമില്ല. ആരെയും കുറ്റം പറയണ്ട പത്മിനി. മറ്റൊന്നുമില്ലെങ്കിലും സൂര്യയെ പരിചരിക്കാനും അവനു വേണ്ടി പ്രാർത്ഥിക്കാനും രാധികമോൾ ഇവിടെ ഉണ്ടല്ലോ. അതൊരു മഹാഭാഗ്യം തന്നെ. ആ, അച്ഛനിപ്പം മോളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറഞ്ഞു? പേടിക്കണ്ട കുട്ടി, പറഞ്ഞത് നല്ല കാര്യമാണ്. ഞങ്ങളൊക്കെ സൂര്യയുടെ കാര്യത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാ. ഞങ്ങളൊക്കെ മതിയാക്കിയ സ്ഥാനത്ത് നിന്നും അവനൊരു ചികിത്സ ആരംഭിച്ചതും അവനിൽ പ്രതീക്ഷ വളർത്തിയതും മോളാ. അച്ഛാ, ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ. എടാ, വൈദ്യരങ്ങനെ പറഞ്ഞതിന്റെ ബാധ്യത കൊണ്ട് നീ പോകുന്നതാണോ അതോ സത്യസന്ധമായിട്ട് നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? മുൻപാണ് അച്ഛനെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് തിരിച്ചു വരണം അച്ഛാ. എനിക്ക് പഴയതുപോലെ ആവണം. എന്നെ കൈപിടിച്ച് നടത്താൻ എന്റെ പെങ്ങള്, എന്റെ അനിയത്തി കൂടെയുണ്ട്. എന്നാ പിന്നെ നമുക്ക് താമസിക്കേണ്ട കാര്യമില്ലല്ലോ, ഇറങ്ങാം. ഇറങ്ങാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ സൂര്യ പുറത്തു കൊണ്ടുപോകുന്നേ? ആരായി തീരുമാനം എടുത്തത്? ഏട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരോടാ പ്രത്യേക അനുവാദം വാങ്ങേണ്ടത്? ഞാൻ ഇതിനു മുമ്പും ഏട്ടനെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതൊന്നും ഏട്ടത്തി കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിലെ സൂര്യ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനാര് ശ്രമിച്ചാലും എനിക്ക് തടയേണ്ടി വരും. തടയും. നിന്നോട് സൂര്യൻ കൊണ്ട് പുറത്തു പോവാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ? നിനക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? മോളെ, നീ പുറത്തു പോകുന്നേ പോവാതിരിക്കുന്നേ നിന്റെ സൗകര്യം. വൈദ്യര് പറയുന്നത് നീയും കേട്ടതല്ലേ? വൈദ്യൻ അങ്ങനെ പലതും പറയും. വൈദ്യര് രോഗിയോട് എഴുന്നേറ്റ് തുള്ളിച്ചാടാൻ പറഞ്ഞാ എഴുന്നേറ്റ് ചാടാൻ പറ്റുമോ? ചുറ്റും നിൽക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കോ? ഇപ്പൊ ഇങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യം എന്താ? സൂര്യയെ ഇവളെന്തിനാ പുറത്തുകൊണ്ട് പോകുന്നത്? ഇവളാരാ? ഈ കുടുംബത്ത് ഇവൾക്കെന്താ അധികാരം? രാധിക ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ ചോദിച്ചുകൊണ്ട് ഉത്തരം മാറുമൊന്നുമില്ല. എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുക. എന്നും എല്ലാരും അത് തന്നെ ചെയ്തിട്ടുള്ളത്. വന്ന് കയറി ഇവൾക്കുള്ള വില പോലും എന്നെ കുറിച്ച് ആരുടെയും മനസ്സിലില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.